ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് അപവാദ ദർശനത്തിലെ 7ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നു. ശ്ലോകം: വിഭജ്യവയവം സർവം ഏകൈകം തത്ര ദൃശ്യതേ ചിന്മാത്രമഖിലം നാന്യത് ഇതി മായാവിദൂരകം. ഒന്നുകൂടി: വിഭജ്യവയവം സർവം ഏകൈകം തത്ര വിദ്യതേ ചിന്മാത്രമഖിലം നാന്യത് ഇതി മായാവിദൂരകം. അവയവം സർവം ഏകൈകം വിഭജ്യ തത്ര അഖിലം മായാവിദൂരകം ചിന്മാത്രം. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും എടുത്ത് അതിൻ്റെ അവയവങ്ങളെ, അതായത് അതിൻ്റെ ഘടകങ്ങളെ വേറെ വേറെയായി വിഭജിച്ചാൽ ആ വസ്തു മുൻപെന്തായിരുന്നോ അത് അല്ലാതായി മറ്റനേകം വസ്തുക്കളായി തീരും. അവയെയും വീണ്ടും വീണ്ടും വിഭജിച്ച് പരിശോധിക്കുന്നതായാൽ സർവ്വതും ഒന്നും കാണാനില്ലാത്ത ഒരവസ്ഥയിൽ ചെന്നെത്തും. ഇവിടെ നാമരൂപങ്ങൾ അവസാനിച്ചു എന്ന് പറയാം. ഇന്ദ്രിയങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരവസ്ഥയിൽ സർവ്വതും എത്തിച്ചേർന്നു. ദൈവദശകത്തിൽ പറയുന്ന ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ, അത് ഒടുങ്ങിയ അവസ്ഥ. ഇവിടെ ദൃക്ക് നിന്നുപോയി, കാഴ്ച അവസാനിച്ചു. എങ്കിലും ആ വസ്തുക്കൾ അജ്ഞാതമായ ഒരവസ്ഥയിൽ ഉണ്ട് എന്ന ഒരു അറിവ് ശേഷിക്കുന്നുണ്ട്. ആ അറിവിലാണ് ഇപ്പോൾ അതിൻ്റെ അസ്തിത്വം. അതാണ് ചിന്മാത്രമഖിലം എന്ന് പറഞ്ഞത്. മായ നിർമ്മിച്ച നാമരൂപങ്ങളെല്ലാം കളഞ്ഞ് അവ്യക്തമായ ഒരു ഏകീഭാവം പ്രാപിച്ചതിനെയാണ് മായാവിദൂരകം എന്ന് പറഞ്ഞത്. ഈ കാര്യം ഗുരുദേവൻ്റെ മറ്റൊരു കൃതിയായ അദ്വൈത ദീപികയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ച് വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ. വേറാകുമീ അവയവങ്ങളും ഏവം അങ്ങോട്ടാരായികിലില്ല അഖിലവും നിജബോധമത്രേ. സർവ്വതും ബോധസ്വരൂപമാണ്, അറിവ് മാത്രമാണ്. ആ അറിവിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉപാദാനമായത് കാരണവസ്തു അജ്ഞാനമാണ്, അവിദ്യയാണ്. അറിവുണ്ടാകുമ്പോൾ അജ്ഞാനജന്യമായ പ്രപഞ്ചം മാഞ്ഞു പോവുകയും ബ്രഹ്മതത്വം പ്രകാശിക്കുകയും ചെയ്യും. ശങ്കരാചാര്യസ്വാമി പറയുന്നു: ഉപാദാനം പ്രപഞ്ചസ്യ മൃദ്ഭാണ്ഡസ്യേവ ഗദ്ധ്യതേ അജ്ഞാനശ്ചൈവ വേദാന്തൈഃ തസ്മിന്നഷ്ടേ ക്വ വിശ്വതഃ. പ്രപഞ്ചത്തിൻ്റെ ഉപാദാനം മൺകുടത്തിൻ്റെ അവസ്ഥ ആണ് എന്ന് പറയപ്പെടുന്നു. അതായത് കുടത്തിൻ്റെ ഉപാദാനം മണ്ണാണെന്ന് പറയുന്നത് പോലെയാണ് പ്രപഞ്ചത്തിൻ്റെ ഉപാദാനമായിട്ട് ബ്രഹ്മമിരിക്കുന്നു എന്ന് പറയുന്നത്. മണ്ണ് കുടത്തെ ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെയാണ് ബ്രഹ്മം പ്രപഞ്ചത്തെ ഉണ്ടാക്കി എന്ന് പറയുന്നത്. മൺകുടത്തിൻ്റെ കാര്യത്തിൽ മണ്ണ് കുടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു എന്നല്ലാതെ മണ്ണ് മറ്റൊരു വസ്തുവായിട്ട് മാറിയിട്ടില്ല. അതായത് കുടം എന്ന മണ്ണല്ലാത്ത ഒരു പുതിയ വസ്തു അവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ ബ്രഹ്മം പ്രപഞ്ചരൂപത്തിൽ പ്രകാശിക്കുന്നു എന്നല്ലാതെ
ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മമല്ലാത്ത ഒരു പ്രപഞ്ചം എന്ന മറ്റൊരു വസ്തു ജനിച്ചിട്ടില്ല. മണ്ണിനെ കുടമായിട്ട് കാണുന്നതും ബ്രഹ്മത്തെ പ്രപഞ്ചമായിട്ട് കാണുന്നതും ശരിയായ വസ്തുബോധത്തിൻ്റെ അഭാവം അഥവാ അജ്ഞാനം മൂലമാണ്. കുടത്തെ മണ്ണാണെന്ന് തിരിച്ചറിയുന്നത് പോലെ സർവ്വതിനെയും ബ്രഹ്മമായി തിരിച്ചറിയണം. ബ്രഹ്മത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നുമില്ല. അത് നിത്യവും നിരാമയവും നിർവികാരവുമാണ്. അത് മറ്റൊന്നായിട്ട് മാറുകയോ മറ്റൊന്നിനെ സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല. അതിനെ മറ്റൊന്നായി കാണുകയും മറ്റൊന്നിനെ സൃഷ്ടിച്ചതായും തോന്നുന്നത് അവിദ്യയാണ്, അജ്ഞാനമാണ്. അത് ഇല്ലാതായാൽ ഈ വിശ്വവും ഇല്ലാതാകും. അതാണ് തസ്മിൻ നഷ്ടേ ക്വ വിശ്വത എന്ന് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.